ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സരോജിനി നായിഡു എഴുതിയ ദ കോറമെൻ്റൽ ഫിഷേഴ്സ് എന്ന പോയത്തിൻ്റെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊട്ട് ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് സരോജിനി നായിഡുവിനെ പറ്റിയിട്ടാണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സരോജിനി നായിഡു ഒരു ബാലപ്രതിഭയും സ്വാതന്ത്ര്യസമര സേനാനിയും കവയിത്രിയുമായി. ഇവർ ജനിക്കുന്നത് ഫെബ്രുവരി 13, 1879 ഹൈദരാബാദ് വെച്ചിട്ട്. മരണപ്പെടുന്നത് മാർച്ച് 2, 1949. പ്രായം 70 വയസ്സിലാണ് ഇവർ മരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ ആവുന്ന ആദ്യ ഇന്ത്യൻ വനിതയും ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആവുന്ന ആദ്യ വനിതയും സരോജിനി നായിഡു ആയിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവയായിരുന്ന നായിഡു ദണ്ഡയാത്രയിൽ മഹാത്മാഗാന്ധിയെ അനുഗമിച്ചു. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആയിരുന്നു ഇവർ. സരോജിനി നായിഡുവിൻ്റെ പിറന്നാൾ ദിനം ഇന്ത്യയിൽ വനിതാ ദിനമായി ആചരിക്കുന്നു. കവിതയെപ്പറ്റി നോക്കാം. കോറമാൻഡൻ തീരത്തെ മത്സ്യത്തൊഴിലാളികളെക്കുറിച്ചുള്ള കവിതയാണിത്. മത്സ്യത്തൊഴിലാളികളുടെ പ്രയാസകരവും അപകടകരവുമായ ജീവിതമാണ് കവി ഈ കവിതയിൽ അവതരിപ്പിക്കുന്നത്. ദൈനംദിനം അവർ സൂര്യോദയത്തോടെ മത്സ്യം പിടിക്കാൻ വെള്ളത്തിൽ ജോലി ചെയ്യുവാനായി തയ്യാറെടുക്കുന്നു. കടൽ തിരമാലകളെയും വരാനിരിക്കുന്ന കൊടുങ്കാറ്റിനെയും അവർ ഭയപ്പെടുന്നില്ല. ഉയർന്നു വരുന്ന തിരമാലകളോട് അവർ ധൈര്യത്തോടെ പോരാടുന്നു. 4 വരികൾ വീതമുള്ള 3 സ്റ്റാൻസകളാണ് കവിതയ്ക്കുള്ളത്. റൈമിംഗ് സ്കീം നോക്കുകയാണെങ്കിൽ ABAB പാറ്റേൺ ആണ്. റൈസ് ബ്രദേഴ്സ് റൈസ്, ദ വേക്കനിങ് സ്കൈസ് പ്രേ ടു ദ മോർണിംഗ് ലൈറ്റ്, ദ വിൻഡ് ലൈസ് asleep in the arms of the dawn like a child that has cried all night. Come, let us gather our nets from the shore and set our catamarans free to capture the leaping wealth of the tide, for we are the kings of the sea. ആദ്യ ലൈനിൽ പറഞ്ഞിരിക്കുന്നത് റൈസ് ബ്രദേഴ്സ് റൈസ്, ദ വേക്കനിങ് സ്കൈസ് പ്രേ ടു ദ മോർണിംഗ് ലൈറ്റ്. അതായത് ഫിഷർമാനിനോട് എഴുന്നേൽക്കാൻ പറയുകയാണ്. റൈസ് ബ്രദേഴ്സ് റൈസ്. ആരാണ് അവരോട് എഴുന്നേൽക്കാൻ പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ ഈ ഒരു സംഘത്തിൻ്റെ ലീഡറാണ്. പ്രഭാത വെളിച്ചത്താൽ ആകാശം തിളങ്ങുകയാണെന്നും രാത്രി മുഴുവൻ വീശിയടിച്ച കാറ്റ് ഇപ്പോഴ് പ്രഭാതത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്ന കുട്ടിയെ പോലെയാണെന്നും ഫിഷർമാൻ അവരോട് പറയുന്നുണ്ട്. അതായത് ഒരു കുട്ടി രാത്രി എങ്ങനെയായിരിക്കും? മുഴുവനും കരയും അല്ലേ? അപ്പം കരഞ്ഞു കഴിഞ്ഞിട്ട് ആ ഒരു ഉറങ്ങുന്ന സമയമുണ്ടല്ലോ, അതാണ് പറയുന്നത്. വിൻഡിനെ ഇവിടെ ഒരു കുട്ടിയുമായിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്, അതായത് പേഴ്സോണിഫിക്കേഷൻ. കൂടാതെ വേലിയേറ്റം കൊണ്ടുവരുന്ന മത്സ്യത്തെ പിടിക്കാൻ ഫിഷർമാനിനോട് തീരത്ത് നിന്ന് വലകളെടുക്കാനും ബോട്ടുകളൊക്കെ സ്വതന്ത്രമാക്കാനും പറയുകയാണ്. അതായത് ബോട്ടൊക്കെ കെട്ടിയിട്ടിട്ടുണ്ടാവില്ല, അവർ പണിയൊക്കെ കഴിഞ്ഞു പോകുന്ന സമയത്ത് ബോട്ട് കെട്ടിയിട്ടിട്ടുണ്ടാവും, അതൊക്കെ അഴിച്ച് പോകാനായി തയ്യാറാകാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഫിഷർമാൻ എല്ലാവരും കടലിൻ്റെ രാജാക്കന്മാരാണെന്നും അയാൾ അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്കൊരു പ്രചോദനം പോലെ, നമുക്കിപ്പോൾ ഒരു മോട്ടിവേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഊർജ്ജം ഉണ്ടാവുമല്ലോ, അതുപോലെ അദ്ദേഹം പറയുന്നതാവാം. സെക്കൻഡ് സ്റ്റാൻസ, നോ ലോങ്ങർ ഡിലേ, ലെറ്റ് us hasten away in the track of the seagull's call. The sea is our mother, the cloud is our brother, the waves are our comrades all. What through we toss at the fall of the sun where the hands of the sea god drives. He who holds the storm by the hair will hide in his breast our lips. കടൽ കാക്കകളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആ സ്ഥലത്തേക്ക് ഒട്ടും വൈകാതെ തന്നെ പോകാനാണ് ലീഡർ തൻ്റെ സഹ മത്സ്യത്തൊഴിലാളികളോട് പറയുന്നത്. കടൽ ഏതൊരു മത്സ്യത്തൊഴിലാളിയുടെയും അമ്മയാണെന്നും ആകാശത്തുള്ള മേഘങ്ങൾ അവരുടെ സഹോദരങ്ങളാണെന്നും കടലിലെ തിരമാലകൾ അവരുടെ
കൂട്ടാളികളാണെന്നും ലീഡർ ഫിഷർമാനിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഫിഷർമാൻ അവരുടെ ജീവൻ തന്നെ പണയം വെച്ചുകൊണ്ടാണ് കടലിലേക്ക് പോകുന്നത് അല്ലേ? വളരെ റിസ്ക് ഉള്ള ജോലിയാണ് ഫിഷർമാനിൻ്റേത്. സൂര്യൻ്റെ അസ്തമയ സമയത്ത് അവർ കടലിൽ ആടിയുലയുന്നുണ്ടെങ്കിലും കൊടുങ്കാറ്റുകളെ നിയന്ത്രിക്കുന്ന കടൽ ദൈവം അവരുടെ ജീവൻ സംരക്ഷിക്കുമെന്ന് അവരുടെ ലീഡർ അവർക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റാൻസ. സ്വീറ്റ് ഈസ് ദ ഷെയ്ഡ് ഓഫ് ദ കോക്കനട്ട് ഗ്ലേഡ് ആൻഡ് the scent of the mango groves, and sweet are the sands at the full o' the moon, with the sound of the voices we love. But sweeter, O brothers, the kiss of the spray, and the dance of the wild foam's glee. Row, brothers, row to the edge of the verge, where the low sky meets with the sea. ഇവിടെ നേച്ചറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. തെങ്ങിൻ തോപ്പുകളുടെ തണലും മാവുകളുടെ പരിമണവും മധുരമാണെന്നാണ് ലീഡർ ഈ വരിയിൽ പറയുന്നത്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള പല ശബ്ദങ്ങളും കേൾക്കാൻ സാധിക്കുമെന്നും പറയുന്നു. എന്നാൽ അതിനേക്കാളുമൊക്കെ ഫിഷർമാനിന് പ്രിയപ്പെട്ടത് കടൽ വെള്ളത്തിൻ്റെ ചുംബനവും തിരകളുടെ നൃത്തവുമൊക്കെയാണ്. കടൽ വെള്ളം എങ്ങനെയാണ് അവരെ ചുംബിക്കുന്നതെന്ന് വെച്ചാൽ, തിരമാലകൾ വരുമ്പോൾ സ്പ്രേ ബോട്ടിൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യില്ലേ, അതുപോലെ ഫിഷർമാനിൻ്റെ ശരീരത്തിലേക്ക് തെറിക്കുന്നു. അതാണ് കടൽ അവരെ ചുംബിക്കുന്നുവെന്ന് പറയുന്നത്. ലീഡർ ഫിഷർമാനിനോട് പറയുകയാണ്, നമുക്ക് ആകാശവും കടലും ചേരുന്ന ചക്രവാളം കാണുന്നിടത്തേക്ക് തുഴയാമെന്ന്. അതായത് നമ്മൾ ദൂരേക്ക് നോക്കുന്ന സമയത്ത് കടലും ആകാശവും തമ്മിൽ മുട്ടി നിൽക്കുന്നത് പോലെ തോന്നുമല്ലോ, അങ്ങോട്ടേക്ക് പോകാമെന്നാണ് ലീഡർ ഫിഷർമാനിനോട് പറയുന്നത്.